ഇന്ന് പാപ്പിയന്മയിൽ ഒരു കടുമാങ്ങ അച്ചാറാണ്. അച്ചാറുകളുടെ രാജാവെന്നറിയപ്പെടുന്നതാണ് കണ്ണിമാങ്ങ അല്ലെങ്കിൽ കടുകുമാങ്ങ അച്ചാർ. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ചന്ദ്രക്കാരൻ മാങ്ങയാണ് കണ്ണിമാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ചന്ദ്രക്കാരനാണ് ഇതിൽ ഏറ്റവും നല്ലത്. കാരണം അതിന് നല്ല ഫ്ലേവറും നല്ല ചൊനയുള്ള മാങ്ങയാണ്. ഞാനത് മാങ്ങ ഓരോന്നും വേർപെടുത്തി ഇടുകയാണ്. പക്ഷേ ഞെട്ട് കംപ്ലീറ്റ് കളയണില്ല. കാരണം ഞെട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊന പോകും. ആ ചൊനയാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതിനെ കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിറയെ വെള്ളം ഒഴിച്ചൊരു ബൗളിൽ ഈ കണ്ണിമാങ്ങ ഇട്ട് ഒരു മരക്കൈയിൽ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈ തൊടുന്നില്ല. കാരണം ഈ മാങ്ങാച്ചന് കയ്യിൽ പറ്റിയാൽ നല്ല പുകച്ചിലായിരിക്കും. 1-2 ദിവസം നീണ്ടു നിൽക്കും അത്. അപ്പം ഞാനത് 2 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കഴുകി അതിന് ശേഷം ഇത് ഞാൻ അതിൻ്റെ വെള്ളം തോരാനായിട്ടൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ ഇത് നിരത്തിയിട്ട് നന്നായിട്ട് ഒന്ന് ഓരോ മാങ്ങയും പൊതിഞ്ഞ് അല്ലെങ്കിൽ തുടച്ചെടുക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഇതൊരു 2-3 മണിക്കൂർ വെറുതെ തുറന്ന് വെച്ചാൽ മതിയാകും. കഴുകി വാരിയിട്ട് അതിലെ വെള്ളം അങ്ങോട്ട് വറ്റിപ്പൊക്കോളും. ഒരു മാങ്ങയിൽ ഒരല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. ഇപ്പം ഞാനൊരു നന്നായിട്ട് തുടച്ച് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കധികം സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രഷ്നെസ് പോണതിന് മുമ്പ് തന്നെ അച്ചാർ ഇടുകയും വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി വേണ്ടത് കല്ലുപ്പാണ്. ഇതിപ്പോൾ നല്ല കല്ലുപ്പ് തന്നെയാണ്, നല്ല വൃത്തിയുള്ള കല്ലുപ്പാണ്. അത് കഴുകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയാണിത്. അതിലാണ് നമ്മൾ ഈ അച്ചാറിടുന്നത്. അതിൽ ഇപ്പോൾ ഞാനൊരു 200 ഗ്രാമോളം ഉപ്പാണ് ഇപ്പോൾ ഇടുന്നത്. ഉപ്പും മാങ്ങയും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് മാറി ഇട്ട് അത് ഈ കുപ്പി നിറയ്ക്കുക. കംപ്ലീറ്റ് മാങ്ങ ഇതുപോലെ ഇടുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുക. അതിനുശേഷം വൃത്തിയുള്ളൊരു വെള്ള തുണി കൊണ്ട് നമ്മൾ ഇതിൻ്റെ വായടച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു 4 ദിവസം കഴിയുമ്പോൾ പുറത്തെടുത്താൽ ഈ അവസ്ഥയായിരിക്കും. ഈ ഓരോ മാങ്ങയും ചുളുങ്ങിയിട്ടുണ്ടാവും. അതിലെ വെള്ളം മുഴുവനും പുറത്തേക്ക് ഊർന്നു വന്നിട്ടുണ്ടാവും. അത് ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാങ്ങ ഞാനൊരെണ്ണം മുറിച്ച് കാണിക്കാം. നല്ല ചുളുങ്ങി പരുവത്തിലിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മാങ്ങേണ്ടിക്ക് ചവർപ്പുണ്ട്. അതൊരു 3-4 മാസം കഴിഞ്ഞാലേ അതിൻ്റെ ചവർപ്പ് മാറുള്ളൂ. ഇപ്പം ഈ ഇതിലുള്ള മാങ്ങയിൽ നിന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളം മുഴുവൻ ഞാനിവിടെ കുപ്പിയിലേക്ക് മാറ്റുകയാണ്. കാരണം നമുക്ക് മസാല ഇടുമ്പോൾ അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഈ വെള്ളം പാടില്ല, മാങ്ങ മാത്രമായിട്ട് കിട്ടണം. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളവും ഇതിനകത്തേക്ക് കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടുക് പൊടിയും അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയാണ്, കൊല്ലമുളക് പൊടിയാണ്. കടുക് പൊടി ഞാനൊരു 200 ഗ്രാം കടുക് എടുത്ത് പൊടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കിലോളം മുളക് പൊടിയുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. പക്ഷേ അല്പം എരിവ് കൂടുതലും കുറവും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അല്പം നന്നായിട്ട് സ്പൈസ് ഇല്ലെങ്കിൽ ഈ കടുമാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മുളക് പൊടിയും കടുക് പൊടിയും നമ്മൾ ഈ മാങ്ങയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. മരക്കൈയിൽ കൊണ്ട് തന്നെ ഇളക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം, ഒന്ന് കുടഞ്ഞെടുക്കാം. ഇതുപോലെ. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഓരോ മാങ്ങയിലും ഈ അരപ്പ് നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കടുക് പൊടിയും കുറച്ചുകൂടി മുളക് പൊടിയും ഇട്ട് പാകമാക്കി എടുക്കാം. ഇപ്പം ഏതാണ്ടൊരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അതിലൊന്ന് 2 മാങ്ങയും പെട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ഇത് തിരിച്ചൊഴിച്ച് വയ്ക്കുകയാണ്.
ഇപ്പം നമ്മൾ ഈ മാങ്ങയുടെ ഉപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഒരു കഷ്ണം എടുത്ത് നോക്കിയാൽ നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ പാകം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇടുക, അത്രേ ഉള്ളൂ. ഈ കുപ്പിയിലേക്ക് നമ്മൾ ഈ അച്ചാർ വീണ്ടും തിരിച്ചൊഴിച്ച് കഴിയുമ്പോൾ ഈ മാങ്ങയുടെ മുകളിൽ അതിൻ്റെ വെള്ളം ഉണ്ടാവണം. അത് വെള്ളം പാകത്തിനല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം മാങ്ങ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയത് തന്നെ ഒഴിക്കണം, ഒട്ടും ചൂട് പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മാങ്ങയിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം ഊർന്നു പോയത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നത്. ഇനി നമ്മൾ ടെമ്പററി ആയിട്ടൊന്ന് അതിൽ തന്നെ വെള്ള തുണിയിട്ട് നന്നായിട്ടൊന്ന് കുപ്പിയുടെ വായൊന്ന് നന്നായിട്ട് കെട്ടുക. അതിനുശേഷം ഞാനിത് നല്ല പൊരിവെയിലത്ത് വയ്ക്കാൻ പോവാണ്. ഒരു 4 മണിക്കൂർ നല്ല പൊരിവെയിലത്ത് വയ്ക്കാൻ പോവാണ്. നമ്മുടെ അതിലൊരു ഫംഗസ് ഒന്നും ഉണ്ടാതിരിക്കാനാണ്. 4 മണിക്കൂർ വച്ച് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ വക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ വെയിൽ കൊള്ളുമ്പോൾ പൂപ്പലൊന്നും പിന്നെ ഉണ്ടാവില്ല. അതിനകത്ത് പൂപ്പൽ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ ഡബിൾ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. ഇനി വൃത്തിയുള്ളൊരു വെള്ള തുണി ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതായത് ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇത് എണ്ണ തുണി എന്നാണ് പറയുക. ഈ എണ്ണയിൽ മുക്കിയിട്ട് തുണി ഇട്ടാലും മതി. പക്ഷേ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. അതല്ലെങ്കിൽ എണ്ണയൊക്കെ കൈ മുഴുവൻ എണ്ണയാവും. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. തുണി ഇറക്കി വെച്ചിട്ട് അത് നന്നായിട്ട് എണ്ണയിൽ നനച്ചു കൊടുക്കുക. അതായത് ഈ തുണിയുടെ അടിയിലായിരിക്കണം ഓരോ മാങ്ങയും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതൊരു കവചം പോലെ നിൽക്കും. ഈ എണ്ണ തുണി ഒരു കവചം പോലെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ പ്രിസർവേറ്റീവ്. അതായത് ഒരു കെമിക്കലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, ഉപ്പ് കൂടാതെ മുളകും കടുകും മാത്രം. ഉലുവയും കായവും ഞാൻ ചേർക്കാറില്ല. ചിലർ ഉലുവയും കായവും ചേർക്കാറുണ്ട് കടുക് മാങ്ങയിൽ. ഇനി അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് അടപ്പിട്ട് അടച്ചിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും വെള്ള തുണി കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടുക. നന്നായിട്ട് മുറുക്കി തന്നെ കെട്ടിയേക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് പ്രിക്കോഷൻ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ വായ നന്നായിട്ട് മുറുക്കി മൂടിക്കെട്ടുക. പിന്നെ ഒരു ഈച്ചയോ ഒരു പാറ്റയോ ഒരു ഫംഗസോ ഒന്നും ഈ വശത്തേക്കേ വരില്ല. അത്രയധികം ഇപ്പോൾ നല്ല ചുട്ട വെയിൽ, പിന്നെ എണ്ണത്തുണി, പിന്നെ വെള്ളത്തുണി, പ്ലാസ്റ്റിക് അടപ്പ്, പ്ലാസ്റ്റിക് കവർ, ഇതിനെയും ഭേദിച്ചൊന്നും വരില്ല. കാരണം നമ്മളിതൊരു വർഷത്തേക്ക് വയ്ക്കുന്നതാണ്. മിനിമം 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കുക. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ഇരുന്നാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അധികം ചിലവുമില്ല, ബുദ്ധിമുട്ടുമില്ല.